പ്രശാന്തേട്ടാ, നാം ഉത്തരേന്ത്യയിലാണ് ഈ കൂറുമാറ്റം കാണുന്നത്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് മാറി മാറി ഇന്ന് BJP, നാളെ കോൺഗ്രസ്, ചിലപ്പോഴെല്ലാം ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിക്കും. പക്ഷെ മത്സരിക്കുന്നത് BJPക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ രാഷ്ട്രീയം മാറുന്നൊരവസ്ഥ നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ കേരളത്തിലും സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ആദ്യം സന്ദീപ് വാര്യറായിരുന്നു, അതിന് പിന്നാലെ സരിൻ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് ഇപ്പോൾ മധു മുല്ലശ്ശേരി, അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നും ബിപിൻ പി ബാബു ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ BJPയിലേക്ക് പോകുന്നു, BJP നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകുന്നു, കോൺഗ്രസ് നേതാവ് പത്മജയും അനിൽ ആന്റണി ഉൾപ്പെടെയുള്ളവർ BJPയിലേക്ക് എല്ലാം ഇടക്കാലത്ത് വരുന്നുണ്ട്. എന്താണ് കേരളത്തിൽ പുതിയ രാഷ്ട്രീയമാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് കേരള രാഷ്ട്രീയത്തിനകത്ത് കഴിഞ്ഞ വളരെ കാലം കൊണ്ടേ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മാധ്യമങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ചർച്ചയായിരുന്ന ഒരു വിഷയമാണ് ഉപതെരഞ്ഞെടുപ്പോടുകൂടി സന്ദീപ് വാര്യരുടെ BJP അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവേശനം. അതിനുശേഷം ഇലക്ഷന് ശേഷവും നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് BJPയിൽ പോകുന്നു, CPMൽ നിന്ന് BJPയിൽ പോകുന്നു, CPMൽ നിന്ന് കോൺഗ്രസിൽ പോകുന്നു, ഇത്തരത്തിൽ ആളുകൾ ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോകുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിനകത്ത് ചർച്ച ചെയ്തു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോവുകയും ചെയ്യുന്നൊരവസ്ഥ. അതായത് ഇപ്പം ഏതാണ്ട് നമ്മൾ സാധാരണക്കാരൻ്റെ രീതിയിൽ പറഞ്ഞാൽ ആക്രി പറക്കുന്ന ഒരു ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ BJPയും കോൺഗ്രസും കേരളത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് നമുക്ക് തോന്നും. കാരണം ഇപ്പം ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്ന് EP ജയരാജൻ BJPയിലേക്ക് പോകും, അല്ലെങ്കിൽ സുധാകരൻ BJPയിലേക്ക് പോകും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അയാൾ പാർട്ടി വിടുന്നു എന്ന് പറയുമ്പോൾ അയാളെ BJPയിൽ എടുക്കുന്നു. അതിനു മുമ്പ് ബിപിൻ ബാബു എന്ന് പറയുന്ന ആലപ്പുഴയുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ BJP സ്വീകരിക്കുന്നു CPMൽ നിന്ന്. അപ്പം നമ്മൾ ഇവരെ എല്ലാം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പോൾ ബിപിൻ ബാബു എന്ന് പറയുന്ന ആൾ സ്വന്തം ഭാര്യയുമായിട്ടൊരു വിഷയമുണ്ടായി, ആ ഭാര്യ പാർട്ടിക്കകത്ത് പരാതി കൊടുത്ത് അയാൾക്കെതിരെ, അയാൾ ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആൾ, അയാൾ SFIയുടെ ജില്ലാ സെക്രട്ടറി, DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ അവിടുത്തെ പ്രമുഖമായ ഒരു CPM നേതാവായതുകൊണ്ട് തന്നെ CPM അയാളെ കൃത്യമായിട്ട് പരിഗണിച്ച് വേണ്ട പോസ്റ്റുകളൊക്കെ കൊടുത്ത് മുമ്പോട്ട് വരുത്തുകയും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു പരാതി, അവരും പാർട്ടിക്കാരിയാണ്, പരാതിയുടെ ഭാഗത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതിന് ശേഷം വീണ്ടും അയാൾ സാധാരണ മെമ്പർഷിപ്പിലേക്ക് വരുമ്പോഴും അയാളെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പാർട്ടി മാറ്റി നിർത്താൻ കാര്യമെന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെയുള്ള പരാതിയുമായിട്ട് കൃത്യമായിട്ട് അയാളുടെ ഭാര്യ നിൽക്കുകയാണ്. അപ്പോൾ ആ പാർട്ടിക്കകത്ത് ഒരിഞ്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അയാൾക്ക് സാധിക്കത്തില്ല എന്ന് കണ്ട്, പാർട്ടിക്കകത്ത് കുഴപ്പമാണ് അല്ലെങ്കിൽ പാർട്ടി പ്രശ്നമാണെന്ന് കണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു മുഖവര ഉണ്ടാക്കി അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അയാൾ കോൺഗ്രസിലേക്ക് പോകാതെ അല്ലെങ്കിൽ BJPക്ക് പോകും. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് CPM മധു എന്ന് പറയുന്ന ആൾ, മധു മുല്ലശ്ശേരി പേര് ഒരു ഏരിയ സെക്രട്ടറിയാണ്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ CPMനാണ്ട് കുഴപ്പം പറ്റിയെന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ 2 ടേൺ അദ്ദേഹം ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അവിടുത്തെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വളരെ അതൃപ്തിയുള്ളാവുന്ന അല്ലെങ്കിൽ അഴിമതിക്കാരനായിട്ടുള്ള ഒരാളായതുകൊണ്ട് സമ്മേളനത്തിൽ അയാളെ മാറ്റും അല്ലെങ്കിൽ അയാൾ മാറി എന്ന് തീരുമാനിക്കുമ്പോൾ അയാൾ പാർട്ടി വിടുകയാണ്. അല്ലാതെ ആ പാർട്ടിയോടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഐഡിയോളജിയുടെ വിഷയം കൊണ്ടോ അല്ല, അയാൾ കാണിക്കുന്ന കുഴപ്പത്തിന് അനുകൂലമല്ലാതെ ആ പാർട്ടി നിൽക്കുന്നത് കൊണ്ട് ആ പാർട്ടി വിടുന്നു. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്നത് ഇപ്പൊ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, ജോയിയുമായുള്ള തർക്കം കൊണ്ടാണ് താൻ പാർട്ടി. ജോയിയുമായുള്ള തർക്കം എന്താണ്? ജോയിയുമായുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ഇയാൾ അഴിമതി കാണിക്കുന്ന ആളായതുകൊണ്ട് അയാൾ അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അടുത്ത സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിന് അവരുടെ സമ്മേളനം തീരുമാനിക്കുന്നു പറയുന്നത്. അപ്പൊ സമ്മേളനം തീരുമാനിക്കുമ്പോൾ അയാൾ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. അതിനകത്ത് ആ സമ്മേളനത്തിന്റെ തീരുമാനത്തിന് അനുകൂലമായിട്ടല്ലേ ജില്ലാ സെക്രട്ടറിക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾക്ക് അനുസൃതമായിട്ട് നടപടിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അയാൾ മാറിയിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ അയാളുടെ താല്പര്യത്തിനനുസരിച്ച് ആ പാർട്ടിയെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഒരു ഐഡിയോളജിയും ഇല്ലാതെ വേറെ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ഒരവസ്ഥ. സന്ദീപ് വാര്യരുടെ കാര്യം അത് തന്നെയാണ്. സന്ദീപ് വാര്യർക്കകത്ത് BJPക്കകത്ത് അയാൾക്ക് ഈ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ട്. BJPയുടെ മാന്യത കൊണ്ടായിരിക്കും വെളിയിൽ പറയാത്തത്. അപ്പോൾ ആ രീതിയിലേക്ക് സന്ദീപ് വാര്യരെ ഇനിയും മറ്റ് പോസ്റ്റുകളിലേക്കും അല്ലെങ്കിൽ പാർട്ടി
ഉത്തരവാദിത്തങ്ങളിലേക്കും പരിഗണിക്കേണ്ട, അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാക്കും എന്ന് കണ്ട് ഒരു കാരണം ഉണ്ടാക്കി സന്ദീപ് വാര്യർ വെളിയിൽ പോകുന്നൊരവസ്ഥയാണ്. അല്ലാതെ പാർട്ടിയുടെ ഐഡിയോളജിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ വിഷയങ്ങളോ ഒന്നും അല്ലാത്ത ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ വേറെ ചില ചർച്ചകൾ ഇപ്പം തന്നെ ഇ.പി. ജയരാജൻ, ഈ CPM-ന്റെ നിങ്ങൾക്കറിയാമല്ലോ BJP-യുടെ ഈ നിയമം അനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ്. ഏത് വലിയ നേതാവായാലും. നമ്മുടെ അദ്വാനി മാറിയുന്നു, ജോഷി മാറിയുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ഭരണഘടനയ്ക്കകത്തില്ലെങ്കിൽ ആ ഒരു രീതിയാണ് നമ്മൾ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇ.പി. ജയരാജനെ ഇവിടുന്ന് പറക്കി BJP-ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്? സുധാകരനെ അല്ലെങ്കിൽ ഇ.പി. ജയരാജൻ ഇപ്പം മാറേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇ.പി. ജയരാജൻ മോശം നേതാവാണെന്ന് CPM-ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ CPM പറഞ്ഞിട്ടോ ഒന്നും ഇല്ല. കണ്ണൂരുകാർക്ക് ഇപ്പോഴും അയാളുടെ രാഷ്ട്രീയത്തിനകത്തേക്ക് അത്യാവശ്യം ഗ്രിപ്പുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് 74 വയസ്സായി. ഈ സമ്മേളനത്തിൽ അദ്ദേഹം മാറിയിക്കേണ്ടി വരും. സാധാരണ മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരും. കഴിഞ്ഞ പ്രാവശ്യം സുധാകരനെ ഈ മാധ്യമങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ സുധാകരനെ പാർട്ടി 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളിൽ മാറി നിൽക്കണമെന്ന് അവരുടെ സമ്മേളനവും അല്ലെങ്കിൽ അവരുടെ ഈ പോളിറ്റ് ബ്യൂറോ ഒക്കെ തീരുമാനിച്ചുകൊണ്ടാണ് മാറിയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനകത്ത് അത് മറച്ചു പിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ചയാക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് തെറ്റായ ഒരു സന്ദേശം പാർട്ടിക്കെതിരെ കൊടുക്കുമ്പോൾ അതിനെ യോജിക്കുന്ന രീതിയിൽ മിണ്ടാതിരുന്നു പോകുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത്. ഇവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറാവുന്നു, അല്ലെങ്കിൽ ഇവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി BJP തയ്യാറാവുന്നു. അതായത് BJP-ക്കകത്തും കോൺഗ്രസിനകത്തും വളരെ കാലം കൊണ്ട് ആ രാഷ്ട്രീയത്തിന് വേണ്ടി പടപൊരുതി ആ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അതിനെ വളർത്തുന്നതിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന നേതാക്കന്മാരെ തഴഞ്ഞിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തഴയപ്പെട്ടവരും അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടവരും അഴിമതിക്കാരെയും ഒക്കെ പറക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയം എന്നുള്ള രീതിയിലാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു മൂല്യമുണ്ടായിരുന്നു. ആ ഐഡിയോളജിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്ന നേതാക്കന്മാരുടെ പൊതുസമ്മതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരെ നേതാവായി തിരഞ്ഞെടുക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നൊക്കെ രീതി മാറിയിട്ട് രാഷ്ട്രീയം പറയാനില്ലാത്ത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളാണല്ലോ ഇവിടെ. BJP ആയാലും കൊള്ളാം, കോൺഗ്രസ് ആയാലും കൊള്ളാം, CPM ആയാലും കൊള്ളാം. ഇവർ ഒരേ രീതിയിൽ ഏതാണ്ട് ഒരു വ്യവസായ സ്ഥാപനം പോലെ മുന്നോട്ട് പോവുകയും അല്ലെങ്കിൽ ഒരേ സമാനമായ രീതികൾ അവരുടെ ഏറ്റവും വലിയ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ CPM-ന്റെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടിയിൽ നിന്ന് ആളിനെ എടുക്കുക, കോൺഗ്രസിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടിയിൽ നിന്ന് ആളിനെ എടുക്കുക, അല്ലെങ്കിൽ BJP-യുടെ പണി എന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടിയിൽ നിന്ന് ആളുകൾ. അതായത് അവരുടെ ഐഡിയോളജി ജനങ്ങളുടെ കൊണ്ടുവരുന്നതിനും ആ ഐഡിയോളജി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ജനസമ്പന്നനായ നേതാവിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒക്കെ മാറി. അതായത് പൊതുപ്രവർത്തന രംഗത്ത് എല്ലാം ത്യജിച്ച് നിൽക്കുന്ന നേതാക്കന്മാർ ഉണ്ടായിരുന്നു ഒരു കേരളത്തിൽ നിന്ന് മാറി ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് വന്ന് ഓരോ പാർട്ടികളുടെയും കൂടെ നിന്ന് അതിൻ്റെ അധികാരം ഉപയോഗിച്ചും അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം ഉപയോഗിച്ചും ഒക്കെ സ്വന്തം നിലനിൽപ്പും സ്വന്തം താല്പര്യങ്ങളും സംരക്ഷിച്ചിട്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. കോൺഗ്രസ് പൊതുജനത്തിന് വേണ്ടി രാഷ്ട്രീയം പറയുന്നില്ലല്ലോ. അവർ രാഷ്ട്രീയം പറയുന്നതിനകത്ത് ഇപ്പം VD സതീശനും കോൺഗ്രസ് പാർട്ടികളും പല സമരങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ആ മാധ്യമത്തിലെ വാർത്തയ്ക്ക് വേണ്ടി ആ സമരം ഏറ്റെടുക്കുകയും മാധ്യമങ്ങൾ ആ വാർത്തയിൽ നിന്ന് അല്ലെങ്കിൽ മാധ്യമം ഏറ്റവും ഒരു വാർത്തയും കൊണ്ടുവരുന്നു. അപ്പോൾ ആ വാർത്തയ്ക്കകത്ത് അഭിപ്രായം പറയാൻ വേണ്ടി VD സതീശനെ കാണത്തുള്ളൂ. അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി VD സതീശനില്ലല്ലോ, സുരേന്ദ്രനില്ലല്ലോ. അല്ലെങ്കിൽ CPM-നെതിരെ ഇപ്പം ഭരണത്തിൽ CPM ഇരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ പോവുകയാണ്. ഏറ്റവും അവസാനം നവീൻ ബാബുവിൻ്റെ വീട്ടിലെല്ലാവരും പോയല്ലോ. നവീൻ ബാബുവിൻ്റെ മരണം ദുരൂഹമാണ്. അതിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെയോ ഒക്കെ ഇടപെടലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം കുഴപ്പമാണെന്ന് കണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് അഭിപ്രായം പറയാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുവാനും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സുരേന്ദ്രൻ ഉൾപ്പെടെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നവീൻ ബാബുവിൻ്റെ വിഷയം എവിടെ പോയി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ? അതായത് കൃത്യമായിട്ട് ഒരു കാര്യം ഏറ്റെടുക്കുന്നതിനും അതിനകത്ത് സത്യസന്ധവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പുറകോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബം മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മരണത്തിനകത്ത് ദുരൂഹത അന്വേഷിക്കണം, അല്ലെങ്കിൽ മരണത്തിന് കാരണക്കാരെ കണ്ടെത്തണം. ഇവിടുത്തെ ഭരണപക്ഷമില്ല, അവരുടെ ഭാഗമായിട്ട് നടന്ന കുഴപ്പമായിട്ട് ഒരു പക്ഷേ അവർ മാറിയിരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് പ്രതിപക്ഷം ആ വിഷയം കൈവിടുന്നു അല്ലെങ്കിൽ BJP ആ വിഷയത്തിൽ നിന്ന് പുറകോട്ട് മാറുന്നു? അതായത് പരസ്പര ധാരണയോടുകൂടി പോകുന്ന ഒരവസ്ഥ. ഇതിനകത്ത് പരസ്പര ധാരണയോടുകൂടി പോകുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കുന്ന രീതിയിലേക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തൊട്ട് താഴെ അറ്റം വരെ വരുന്നൊരവസ്ഥ. ആദ്യമേ ചോദിച്ചതുപോലെ
വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് നമ്മൾ പലപ്പോഴും പുച്ഛിച്ചിട്ടുണ്ട്. കാരണം ഒരു നേതാവ്, പക്ഷേ ഇവിടുത്തേനെക്കാട്ടി നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു നേതാവ് മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ ആ നേതാവിൻ്റെ കൂടെ പോകുന്നതിന് ഇപ്പോഴും അണികൾ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ഒരു പ്രദേശത്തെ ഒരു നേതാവ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിൽ നിന്ന് മാറി BJP പോയാൽ ആ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മൊത്തം BJPയിലേക്ക് പോകുന്നുണ്ട്. കേരളത്തിൽ അങ്ങനത്തെ ഏത് നേതാവുണ്ട് ഇപ്പം? കേരളത്തിൽ അങ്ങനത്തെ ഏത് നേതാവുണ്ട്? അപ്പോൾ കേരളത്തിൽ അങ്ങനെ പാർട്ടി മാറിയാൽ കൂടെ പോകുന്ന അണികളില്ലാത്ത അല്ലെ പ്രബുദ്ധമാണെന്ന് വിചാരിക്കുന്ന ഒരിടത്താണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പം അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം പൊതുജനങ്ങൾക്കിടയ്ക്ക് ചർച്ചയാവാതെ പോവുകയും ആ പൊതുജനങ്ങളിടയ്ക്ക് ചർച്ച ആവാതെ പോകുന്നത് കൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയുന്നതിന് വേണ്ടി മാത്രം രാഷ്ട്രീയം പറയുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് ഇപ്പം കാണിച്ചുകൊണ്ട് ഇപ്പോൾ BJPക്ക് എന്തെല്ലാം രാഷ്ട്രീയം പറയാനുണ്ട് ഇവിടെ? BJP നവീൻ ബാബുവിനെ എടുക്കുന്നതല്ലല്ലോ രാഷ്ട്രീയം. BJP അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു CPMൻ്റെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായ ഒരാളിനെ എടുക്കുന്നതല്ലോ രാഷ്ട്രീയം. BJPക്ക് പറഞ്ഞ രാഷ്ട്രീയം ഉണ്ടല്ലോ. BJP പ്രധാനമായിട്ടും പല രാഷ്ട്രീയ ദേശീയ ലെവലിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ 10 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ എത്രത്തോളം ഇന്ത്യ വളർത്തിക്കൊണ്ടുപോയ കാര്യങ്ങൾ, ഇവിടുത്തെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടെ കൃഷിക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി പല പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെ പറ്റി വല്ലതും കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇവിടുത്തെ BJPക്കാരൻ ഏതെങ്കിലും വീട്ടിൽ കയറി അത് പറഞ്ഞ് മനസ്സിലാക്കി BJPക്ക് അനുകൂലമായി വോട്ട് വാങ്ങിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കോൺഗ്രസിന് എത്തുന്നത് കോൺഗ്രസ് പല വിഷയങ്ങളുമായിട്ട് വരുന്നു. ആ വിഷയങ്ങൾ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പുറകോട്ട് മാറുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ നിന്ന് പ്രതിപക്ഷം പുറകോട്ട് മാറുന്നു. പ്രതിപക്ഷം പുറകോട്ട് മാറുന്നത് ഒരുപക്ഷെ ആ വിഷയം ഉന്നയിക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. അതായത് കൃത്യമായ രാഷ്ട്രീയം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം പറയുന്നതിന് പകരം അതിനെയെല്ലാം മറച്ചു പിടിക്കുന്നതിനും പാർട്ടിക്കകത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തഴയപ്പെടുന്നവരെ എടുത്ത് പാർട്ടി വളർത്താമെന്ന് ആഗ്രഹിക്കുന്ന ഒരു BJPയും കോൺഗ്രസും ഒക്കെ തന്നെയാണ് നമുക്ക് കേരളത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തു പറഞ്ഞാലും എന്ത് കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്താലും ഇപ്പോഴും കേഡർ സംവിധാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പോകുന്ന CPM തന്നെയാണ്. ഇപ്പോഴും 3 കൊല്ലം കൂടുമ്പോൾ അവിടെ സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിനകത്ത് ചില പണ്ടത്തെ CPMനെ പരിശോധിക്കുമ്പോൾ ഉള്ളതിൻ്റെ അത്രയും അച്ചടക്കം ഇല്ലെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് ആ സമ്മേളനങ്ങൾ നടത്തി അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ വളരെ കൃത്യമായിട്ട് അവർ മാറ്റി നിർത്തി. അതിനകത്ത് ഈ പറയുന്നത് പോലെ അത്ര സംശുദ്ധമായിട്ടോ അല്ലെങ്കിൽ പഴയ ജനാധിപത്യ സംവിധാനം ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ആ പാർട്ടിയുടെ കെട്ടുറപ്പ് കേരളത്തിൽ മറ്റു 2 രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ശക്തമാണ്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ദേശീയ ലെവലിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് എല്ലായിടത്തും തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ വളരെ വലിയ ഒരു 100 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നതിനും അല്ലെങ്കിൽ പലയിടത്തും വേരുകളുണ്ട്. പലയിടത്തും കോൺഗ്രസിനെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഉടനീളം കാണുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉണ്ടായ ഒരു പാർട്ടിയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പാർട്ടിയും അന്നു തൊട്ടേ ഒരു 10-55 കൊല്ലം അധികാരത്തിലിരുന്ന പാർട്ടിയും, അതായത് ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളും അധികാരത്തിലിരുന്ന പാർട്ടിയുമാണ്. അപ്പം അതിൻ്റെതായ ഈ ആട് കിടന്നെടുത്ത് ഒരു കൂടെ കാണുമെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ആ അധികാരത്തിൽ ഏറിയ അന്നു മുതൽ ആ രാഷ്ട്രീയ പാർട്ടി ജനങ്ങളോട് കാണിക്കുന്ന സമീപനം തുറന്നു കാട്ടാൻ BJP ശ്രമിച്ചപ്പോൾ അവർ പുറകോട്ട് പോകേണ്ട ഒരവസ്ഥ വന്നു. ഇപ്പം ഏറ്റവും അവസാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചില നെറേറ്റീവ്സിൻ്റെയും അല്ലെങ്കിൽ ചില ഇന്ത്യാവിരുദ്ധ ശക്തികളുടെയും ഭാഗമായിട്ട് നിന്ന് ഒരു പരിധിവരെ BJPയെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും BJP അതിജീവിച്ച് വന്നപ്പോൾ ആ പറഞ്ഞതെല്ലാം സത്യമല്ലെന്ന് കൊണ്ടാണല്ലോ അതിനുശേഷം നടന്ന ത്രിപുര തെരഞ്ഞെടുപ്പിലും കാശ്മീർ തെരഞ്ഞെടുപ്പിലും ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസ് മാറിയിരിക്കുന്നത്. അത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇപ്പം നിലനിൽപ്പില്ലാതെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ നിലനിൽപ്പില്ലാതെ വന്നിരിക്കുന്ന അവസ്ഥയിൽ ഓരോ സംസ്ഥാനങ്ങളിലും അതാത് പ്രാദേശിക പാർട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നുകൊടുത്ത് പോകുന്നൊരവസ്ഥ അത് തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രം കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് മുസ്ലിം ലീഗിൻ്റെ താല്പര്യം എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞാൽ പോകുന്നത്. അവരവരുടെ രാഷ്ട്രീയം ഇപ്പോഴും പറയുന്നു. അവരവർ ഏറ്റവും അവസാനം വഖഫിൻ്റെ വിഷയത്തിലുള്ള രാഷ്ട്രീയം പറയുന്നു. ആ വഖഫിൻ്റെ വിഷയത്തിൽ അവരുടെ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി SDP ശ്രമിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തോട് മൗനാനുവാദം കൊടുത്തു നിൽക്കുന്നു. അതായത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം പറയുന്നു എന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗിന്
ഈ പറയുന്ന സീറ്റുകളുണ്ടെങ്കിലും അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിനെക്കാട്ടിൽ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടിക്ക് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് 30,000-നും 50,000-നും 3,000-ലും 5,000-ലും ഒക്കെ മണ്ടപ്പോൾ അവിടെയും ഇവിടുത്തെ പറയുന്ന CPM പോലെയുള്ള സംഘടനകൾക്ക് കടന്നു കയറാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കി അതിന് കടന്നു കയറാൻ സാധിച്ചതിൻ്റെ കാരണക്കാർ അവരിൽ നിന്നും SDPI ആയിട്ടും ജമാഅത്ത് ഇസ്ലാമിയായിട്ടും പല സംഘടനയായിട്ടും മാറി നിന്നവരെ വീണ്ടും അവരുടെ കൂടെ കൂട്ടി അവരവരുടെ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ അത്തരത്തിൽ ഉള്ള രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമിക്കാതെ ബിജെപിയുടെ രാഷ്ട്രീയം പറയണം. ബിജെപിയുടെ രാഷ്ട്രീയം പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയാൽ ആ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ആൾ കൂടിയാലേ ബിജെപിക്ക് ആൾ കൂടത്തുള്ളൂ. ദേശീയ ലെവലിൽ അങ്ങനെയാണല്ലോ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അടിയറ വെച്ചതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ ഇല്ലാതായിപ്പോയത്. അതുപോലെ CPM രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് ഒരു പരിധിവരെ എത്രത്തോളം അവർക്ക് ആകുമെന്നുള്ള കാര്യം അവർ തീരുമാനിക്കും. അപ്പോൾ ഞാനീ പറഞ്ഞത് അടുത്ത 2026-ലും ഇവിടെ വീണ്ടും LDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം ബിജെപിയുടെ രാഷ്ട്രീയം പറയാതെ പോവുകയും ഒരുപക്ഷെ ബാക്കി 2 പാർട്ടികളോടും ഉള്ള അതൃപ്തി കാരണം അല്ലെങ്കിൽ ആ 2 പാർട്ടികളും പ്രവർത്തിക്കുന്നതിനകത്തുനിന്ന് അതിന് അപ്പുറമായിട്ടുള്ള ഒരു പ്രവർത്തനം BJP ദേശീയ ലെവലിൽ നടത്തുന്നുണ്ട്. സാധാരണ വോട്ട് ചെയ്യുന്ന വോട്ട് ഷെയറൊക്കെയാണ് BJPക്ക് വന്നുകൊണ്ട് BJPയുടെ പ്രവർത്തനം കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതായത് അടുത്ത പ്രാവശ്യവും UDFൻ്റെ ഭാഗമായിട്ട് ഇതേ രീതിയിൽ മുസ്ലിം ലീഗും SDPI ഒക്കെ മുന്നോട്ട് പോകുമെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ വളരെ അവരെ സഹായിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകളുടെ ശതമാനം കുറയുകയും അത് എനിക്ക് തോന്നുന്നു LDFO അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം LDFനെയാണ് 2021-ൽ ക്രിസ്ത്യാനി വളരെ കൃത്യമായിട്ട് വളരെ കൂടുതലായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം LDFലോ അല്ലെങ്കിൽ LDFനോട് താല്പര്യമില്ല BJPയിലോ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ BJPയിൽ വളരെ കുറച്ച് ശതമാനമെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും വിഘടിച്ച് വന്നാൽ പോലും ഈ രീതിയിൽ UDF സുഡാപ്പി സംവിധാനത്തിലെ അല്ലെങ്കിൽ അവരുടെ രീതിയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ രീതിയിലേക്ക് പോയാൽ ഇവിടുത്തെ ക്രിസ്ത്യാനിയായിട്ടുള്ള അല്ലെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷത്തിനത് മനസ്സിലാവുകയും ചെയ്താൽ അടുത്ത പ്രാവശ്യവും യാതൊരു കാരണവശാലും UDF അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയല്ല ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവരുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി വളരെ കൃത്യമായിട്ട് അത് ജനങ്ങളെ മനസ്സിലാക്കുന്നതിനും അവരെ ബോധ്യപ്പെടുത്തുന്നതിനും ഇവിടുത്തെ SDPI ഉൾപ്പെടെയുള്ള മതതീവ്ര സംഘടനകൾ അവരെ സഹായിച്ചിട്ട് ഞങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നിൽക്കുന്നത് മനസ്സിലാക്കി പോകുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ഒരു രീതിയിലേക്കും UDF പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇവിടുത്തെ പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനി ഉൾപ്പെടെയുള്ളവർ വീണ്ടും UDFനെ മാറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. 2021-ൽ ഇവിടുത്തെ ക്രിസ്ത്യാനി UDFനെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സഹായിക്കാത്ത ഒരവസ്ഥ വന്നതുകൊണ്ടാണ് വീണ്ടും 100 സീറ്റിൽ LDF അധികാരത്തിൽ വന്നത്. 100 സീറ്റിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും ഒരു 10-20% കുറഞ്ഞാൽ പോലും LDF അടുത്ത പ്രാവശ്യവും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. BJPക്ക് ഒരുപറ്റേ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വളരെ കൃത്യമായ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ BJPയും ഈ പറയുന്ന അവസ്ഥയിൽ MLAമാരൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.